ഞാനൊരു വാപ്പയായതുകൊണ്ട് പറയാ, എന്റെ മോള് ഈ കൂട്ടത്തിൽ എവിടെയുണ്ട്. ഒരു മക്കളിൽ നിന്നും വാപ്പാരാഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ 1000 ഉറുപ്യ കൊണ്ടത്തരണ്ട. അധ്വാനിച്ചത് 1000 ഉറുപ്യ 500 ഉറുപ്യ നിങ്ങൾക്ക് കൈമ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ കൈമ കിട്ടിയ പൈസ വാപ്പാന്റെ ഉമ്മാന്റെ നേരെ നീട്ടുമ്പം അപ്പയും പറയാറെന്താ? മക്കളെ കൈമ തന്നെ എന്നോട്ടെ, എനക്കെന്തെങ്കിലും ആവശ്യം വരും. പക്ഷേ ആ ചോദ്യം, ആ അടുത്തിരിക്കൽ, എനിക്കിന്ന് ഇത്ര കിട്ടിയിട്ടുണ്ടുമ്മ, ഒരു 100 രൂപയുടെ, ഒരു 200 രൂപയുടെ ഒരു ചെറിയ നോട്ട് ഒരു ഉമ്മാന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്ത് ഞാൻ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് അധ്വാനിച്ചതിൻ്റെതാ അമ്മ എന്ന് പറയുമ്പം കിട്ടുന്നൊരു അഭിമാന ബോധമുണ്ട്, ഒരു പരിഗണനയുണ്ട്. അതേ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ അവരെ നിങ്ങൾ തലേക്കേറ്റണമെന്നൊന്നും അവർ പറയുന്നില്ല. അവരെ നിങ്ങൾ പൊന്നിട്ട് പൂജിക്കണമെന്നും പറയുന്നില്ല. ചെറുപ്പകാലത്തിൽ നിങ്ങളെ തോളിലെടുത്തതുപോലെ തോളിലെടുക്കണമെന്നും ഒരു വാപ്പയമ്മയും പറഞ്ഞിട്ടില്ല. മറിച്ചൊരു പരിഗണന, ആ വീട്ടിൽ നമുക്കായി ജീവിച്ചിരുന്ന ആ പരിഗണന ആ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇന്ന് പലപ്പോഴും ഖബർസ്ഥാനിൽ ചെല്ലുമ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. അങ്ങനെയാണല്ലോ, ഒരു ഖബർപ്പറമ്പിലേക്ക് ഒരു മയ്യത്തുസ്കാരത്തിന് പോകുമ്പോ നമുക്കൊന്നും തോന്നാറില്ല. പക്ഷെ നാളെ മറ്റന്നാള് ആ പള്ളിക്കാട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളെ വാപ്പന്റെയും ഉമ്മന്റെയും ഖബറുണ്ടെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ പള്ളിക്കാട്ടിലെ ഏതോ ഒരു ഭാഗത്ത് സ്വന്തം ഉമ്മ മണ്ണിന്റെ അടിയിലുണ്ടെങ്കിൽ ആ പറമ്പ് ചവിട്ടുമ്പോൾ നമ്മളെ നെഞ്ചു പടയും. ആ പറമ്പിലേക്ക് കാലുവെക്കുന്ന അന്ന് നമ്മളെ നെഞ്ചു